ഇന്നലത്തെ ആ ഒരു യാത്രാ പഥത്തിലേക്ക് കൂടി പോകാം. ഇന്നിപ്പോൾ അതേ യാത്രാ വഴിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ്. ഇതിൽ ഈ കുഞ്ഞ് യാത്ര ചെയ്തത് അത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഈ കുഞ്ഞ് പുറപ്പെടുമ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ട്രെയിനിൽ ആ കുഞ്ഞ് കയറിയിരിക്കുന്നു. ആ ട്രെയിനിൽ ആ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞ് ഈ ട്രെയിൻ വന്ന് നിർത്തിയപ്പോൾ തന്നെ അതിൽ കയറിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കുഞ്ഞിരുന്ന സീറ്റിന് എതിർവശത്തുള്ള സീറ്റിലാണ്, അതായത് 3 പേർക്ക് വീതം ഇരിക്കാവുന്ന ജനറൽ കമ്പാർട്ട്മെന്റിലെ സീറ്റിൽ ഈ കുഞ്ഞിരുന്നതിന്റെ എതിർവശത്താണ് ബബിതയും നവ്യയും ഇരുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ കുഞ്ഞിന്റെ ഫോട്ടോ എടുത്തത്. ജനലിനോട് ചേർന്നുള്ള ഭാഗത്തായിരിക്കണം ബബിത ഇരുന്നത്. കാരണം എതിർവശത്ത് ഇപ്പുറത്തുള്ള, അതായത് ഇടയിലൂടെയുള്ള പാസേജ് വരുന്ന ഭാഗത്താണ് ആ കുഞ്ഞിരിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നത്. എതിർവശത്തിരുന്ന് ഫോട്ടോ എടുത്ത ബബിതയെ ഈ കുഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ 1 മണി മുതൽ 1:30 വരെയുള്ള സമയമാണ്, 1:29 വരെ. തിരുവനന്തപുരം സെൻട്രൽ മുതൽ നെയ്യാറ്റിൻകര വരെ എത്താൻ എടുത്തത് അരമണിക്കൂർ സമയമാണ്. ആ അരമണിക്കൂർ സമയം മാത്രമാണ് ബബിത ഈ കുഞ്ഞിനെ ശ്രദ്ധിച്ചത്. അതിൽ നിന്ന് തന്നെ ഈ കുഞ്ഞ് പിണങ്ങിയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്ന രീതിയിലായിരുന്നു. ഈ ചിത്രം എടുത്തപ്പോൾ തുറച്ചു നോക്കുകയും ചെയ്തു ബബിതയെ. ബബിതയ്ക്കൊപ്പം നവ്യയും ഇരിക്കുന്നുണ്ടായിരുന്നു. നവ്യ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ പാറശാലയിലാണ് ഇറങ്ങുന്നത്. പാറശാലയിൽ 1:41 ഈ ട്രെയിൻ എത്തുന്നത്. അവിടെയും 5 മിനിറ്റ് ഈ ട്രെയിൻ നിർത്തിയിട്ടിരുന്നു. ഈ 5 മിനിറ്റ് സമയവും ഈ കുഞ്ഞ് ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നവ്യ ഉറപ്പിച്ച് പറയുകയാണ്. ബബിത ആദ്യം ഇറങ്ങുന്നു. ആ സ്റ്റേഷനിൽ, നെയ്യാറ്റിൻകര സ്റ്റേഷൻ തൊട്ടടുത്ത സ്റ്റേഷനാണ്. അവിടെ ഈ ട്രെയിൻ 1:26 എത്തുന്നു, 1:29 പുറപ്പെടുന്നു. 3 മിനിറ്റ് സമയം. അവിടെ ഈ കുഞ്ഞ് ഇറങ്ങുന്നില്ല. രണ്ടാമതായി എത്തിയ പാറശാല സ്റ്റേഷനിൽ ഈ ട്രെയിൻ എത്തുന്നത് 1:41 1:41 ഈ ട്രെയിൻ എത്തുമ്പോൾ അവിടെ 5 മിനിറ്റ് സമയം ഈ ട്രെയിൻ നിർത്തിയിടുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് ഇരുന്ന നവ്യ ഇറങ്ങുമ്പോഴും ഈ കുഞ്ഞ് അവിടെ നിന്ന് പോകുന്നില്ല. അപ്പോൾ 8 പേർക്ക് ഇരിക്കാവുന്ന ആ ഒരു കമ്പാർട്ട്മെന്റിൽ അവശേഷിക്കുന്നത് 2 പുരുഷന്മാർ മാത്രമാണ്. ആരുമായും ഈ കുഞ്ഞ് സംസാരിക്കുന്നില്ല. 2 സ്റ്റേഷനുകൾ പിന്നിടുന്നു. തൊട്ടടുത്ത സ്റ്റേഷൻ വരുന്നത് കുളിത്തുറയാണ്. കുളിത്തുറ സ്റ്റേഷനിൽ ഇന്നലെ ട്രെയിൻ എത്തുന്നത് 1:57 അവിടെ നിന്ന് പുറപ്പെട്ടത് 2:02. അതായത് 5 മിനിറ്റ് സമയം കുളിത്തുറ സ്റ്റേഷനിൽ ഈ ട്രെയിൻ ഉണ്ടായിരുന്നു. ഐലൻഡ് എക്സ്പ്രസ്, കന്യാകുമാരി എക്സ്പ്രസ് ഉണ്ടായിരുന്നു. 16526 ട്രെയിൻ 5 മിനിറ്റ് നേരം കുളിത്തുറയിൽ ഉണ്ടായിരുന്നു. അവിടെ ഈ കുഞ്ഞ് ഇറങ്ങിയോ എന്നറിയണമെങ്കിൽ അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഈ കുഞ്ഞിരുന്നത്. എഞ്ചിനോട് ചേർന്നുള്ള, അതായത് 3-ാമത്തെയോ 4-ാമത്തെയോ ബോഗിയിലാണ് ഈ കുഞ്ഞ് ഇരുന്നിരുന്നത്. അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പാറശാല വരെ ഇറങ്ങിയില്ല എന്നുള്ളത് ഉറപ്പാണ്. കുളിത്തുറയിലെ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ അവിടെ ഈ കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടോ? അടുത്ത ചോദ്യം എരണിയലിലാണ്. എരണിയലിൽ സാധാരണയേക്കാൾ കൂടുതൽ സമയം നിർത്തിയിടുന്ന ഒരു പതിവ് നമ്മൾ കാണുന്നില്ല. എരണിയൽ ജംഗ്ഷനിൽ 2:19 ഈ ട്രെയിൻ എത്തിയത്. പക്ഷേ ഇന്നലെ അത് അവിടെ നിന്ന് എടുത്തത് 2:29. കൂടുതൽ പേർ അവിടെ ഇറങ്ങാനുണ്ടായിരുന്നു. ഇതര സംസ്ഥാനക്കാരായ ആളുകളടക്കം ബംഗളൂരുവിൽ നിന്ന് വരുന്ന ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നു. എരണിയലിൽ ഇന്നലെ 10 മിനിറ്റ് സമയം ഈ ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ കുളിത്തുറയിലോ എരണിയലിലോ ഈ കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. അവിടെയും പരിശോധനകൾ അനിവാര്യമാണ്. അതിനുശേഷമാണ് നാഗർകോവിലേക്ക് എത്തുന്നത്. നാഗർകോവിലിൽ ഇന്നലെ 3:02 ഈ ട്രെയിൻ എത്തുന്നത്. അവിടെ നിന്ന് 3:11 9 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട്. നാഗർകോവിലിൽ ഈ കുഞ്ഞ് എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കന്യാകുമാരിയിലാണ് നിലവിൽ ഇതുവരെ വിശദമായ ഒരു പരിശോധന നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ട്രെയിനിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:29 കന്യാകുമാരിയിൽ ഈ ട്രെയിൻ 16526 എത്തിയിട്ടുണ്ട്. കന്യാകുമാരിയിലേക്ക് എത്തിയ ട്രെയിനിൽ നിന്ന് കുഞ്ഞിറങ്ങി വരുന്നതിൻ്റെയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നതിൻ്റെയോ CCTV ദൃശ്യങ്ങളൊന്നും നമ്മുടെ മുന്നിൽ ഇതുവരെ ഇല്ല. ഇനിയുള്ള സാധ്യതകൾ നമ്മൾ ഒരു ബാക്ക് ട്രാവലിലേക്കാണ് പോകേണ്ടത്. നാഗർകോവിൽ, എരണിയൽ, കുളിത്തുറൈ ഈ 3 സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൂടി വിശദമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. കാരണം നെയ്യാറ്റിൻകരയിലും പാറശാലയിലും കുഞ്ഞിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുളിത്തുറ, എരണിയൽ, നാഗർകോവിൽ ഈ 3 ഇടങ്ങളിൽ കൂടി പരിശോധന വിപുലപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നാഗർകോവിലിൽ ഇതുവരെ നടത്തിയ പരിശോധനയിൽ കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഈ നവ്യയും ബബിതയും ഇറങ്ങിയതിനു ശേഷം പുരുഷ യാത്രക്കാർ മാത്രമാണ് കൂടുതലായും ഉണ്ടായിരുന്നത്. അവരിൽ മറ്റ് സംസ്ഥാനക്കാരായ ആളുകളുണ്ട്. അവരാരെങ്കിലും ഈ കുഞ്ഞിനെ സഹായിച്ചിട്ടുണ്ടോ? ഈ കുഞ്ഞ് വീട് വിട്ടിറങ്ങിയതാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഈ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത്? അതാണ് ഇനി അറിയേണ്ടത്. ഇതാണ് നമ്മൾ കണ്ട കന്യാകുമാരി എക്സ്പ്രസിന്റെ തിരുവനന്തപുരം സെൻട്രൽ മുതൽ കന്യാകുമാരി വരെയുള്ള യാത്രാപഥം. 2 മണിക്കൂറും 29 മിനിറ്റും മാത്രം നീണ്ട ആ കുഞ്ഞിന്റെ യാത്രക്കിടയിൽ എന്താണ് സംഭവിച്ചത്? അതിലേക്കാണ് ഇനി അന്വേഷണം നീളേണ്ടത്. കന്യാകുമാരിയിലായിരുന്നു ഇതുവരെ അന്വേഷണം. ഇതുവരെയും കുഞ്ഞെവിടെയാണ് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത. നമുക്ക് റോഷിപാലിലേക്ക് വീണ്ടും പോകാം. റോഷിപാൽ, നമ്മളിപ്പോൾ ഈ 2.5 മണിക്കൂർ നീളുന്ന യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് വിശദീകരിച്ചത്. കന്യാകുമാരിയിൽ മാത്രം തെരഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നതിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ടോ?
സുജയ, ഇന്നലെ വൈകിട്ട് 3:25 എത്തിയ ട്രെയിൻ, ആ ട്രെയിൻ ആളുകൾ, യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ദൃശ്യങ്ങളടക്കം ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ആ ദൃശ്യങ്ങൾ, വിവിധ ക്യാമറകളിലെ ദൃശ്യങ്ങൾ സംസ്ഥാനത്തെത്തിയ തുമ്പയിലെ പോലീസ് സംഘം വളരെ വിശദമായി പരിശോധിച്ചു. ആ പോലീസ് സംഘത്തിൻ്റെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിയില്ല. കുട്ടിയുടെ ഒരു തരത്തിലുള്ള ചിത്രങ്ങളോ ദൃശ്യങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പിറകെയുള്ള RPF ഓഫീസിലാണ് ഈ പരിശോധന നടത്തിയത്. അവിടെയാണ് CCTV ക്യാമറകളുടെ കൺട്രോൾ റൂം. അവിടെ നടത്തിയ പരിശോധനയിൽ അവിടെയുള്ള ആ ബാക്കപ്പ് മുഴുവൻ പരിശോധിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ രാവിലെ മുതൽ നടത്തിയ പരിശോധനയാണ് SIയുടെ നേതൃത്വത്തിൽ. അതിൽ കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിൻ്റെ ഒരു തെളിവുമില്ല. പക്ഷേ എന്നാൽ പോലും കന്യാകുമാരിയിലേക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറങ്ങി മറ്റ് ഭാഗത്തുകൂടെ പുറത്തേക്ക് പോകാനുള്ള പല വഴികളുമുണ്ട്. അതുവഴി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാകാം എന്ന നിഗമനവും ഉണ്ട്. ഒന്നും ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഈ CCTV ദൃശ്യങ്ങളിലൂടെ കുട്ടി കന്യാകുമാരിയിൽ എത്തിയത് സ്ഥിരീകരിക്കാനുള്ള ഒരു സാധ്യത പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് നിന്നും ഒരു ടീം പോലീസ് സംഘം നാഗർകോവിൽ മേഖല കേന്ദ്രീകരിച്ച അന്വേഷണത്തിനെ അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞു. അത് മറ്റിടങ്ങളിലേക്ക് ഇപ്പോൾ ഒരു അന്വേഷണ സംഘം നാഗർകോവിലേക്ക് തിരിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിലായിരുന്നു ഇതുവരെ പരിശോധന. അതിനുശേഷം ഇപ്പോൾ നാഗർകോവിലേക്കും ഒരു അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. നോക്കൂ, കഴക്കൂട്ടത്തെ വീട് വിട്ട ഈ കുഞ്ഞിറങ്ങുന്നത് ഇന്നലെ രാവിലെ 9:30 അതിനുശേഷം കഴക്കൂട്ടം ഭാഗത്തുള്ള CCTVയിൽ 10:34 ഈ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം AJ ആശുപത്രിക്ക് അടുത്തേക്ക് 10:45 എത്തുന്നു. അതിനുശേഷമാണ് 10:45 ശേഷമാണ് ഈ കുഞ്ഞ് ഒരു ബസ്സിൽ കയറുന്നത്. ആ ബസ്സിൽ കയറി തമ്പാനൂരിലേക്ക് വരുന്നു. തമ്പാനൂരിൽ അവസാന സ്റ്റോപ്പുള്ള ഒരു KSRTC ബസ്സിൽ ഈ കുഞ്ഞ് കയറുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയതിനു ശേഷം നേരെ എതിർവശത്തേക്ക് റോഡ് ക്രോസ് ചെയ്ത് മറുഭാഗത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ കുഞ്ഞ് എത്തുകയാണ്. അതിനുശേഷം അവിടെയുള്ള കന്യാകുമാരി എക്സ്പ്രസ് അവിടെ എത്തുന്ന 1 മണി സമയത്ത് ഈ ട്രെയിനിലേക്ക് കയറുന്നു. മറ്റ് യാത്രക്കാർ ബബിതയും നവിയും ഒക്കെ ട്രെയിനിൽ കയറുമ്പോൾ ഈ കുഞ്ഞ് ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ അവരിയ്ക്കുന്നതിൻ്റെ എതിർ സീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. കന്യാകുമാരി ബംഗളൂരു എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നു. ബസ് ടിക്കറ്റിനായി ചെലവഴിച്ച 10 രൂപയാണ് എന്ന് നമ്മൾ കരുതുന്നു. ബാക്കി തുക ആ കുഞ്ഞ് കയ്യിൽ ചുരുട്ടിപ്പിടിക്കുന്നത് നവ്യ കണ്ടു. എതിർവശത്ത് ഇരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച നിലയിൽ പണമുണ്ടായിരുന്നു. കുഞ്ഞ് വിതുമ്പിക്കൊണ്ടാണ് ആ സീറ്റിൽ ഇരുന്നിരുന്നത്. ആരുമായും സംസാരിക്കാതെയാണ് ആ കുഞ്ഞ് അവിടെ ഇരുന്നത്. ഫോട്ടോ എടുത്തപ്പോൾ മാത്രം ഇവരെ ഒന്ന് തുറച്ചു നോക്കി. അത്രമാത്രമാണ് ആ കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമായി നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം. 40 രൂപയും ഒരു ബസ് ടിക്കറ്റ് മാത്രം കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന ആ കുഞ്ഞ് കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ പാറശാല വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് നവ്യ ഉറപ്പിച്ചു പറയുകയാണ്. നവ്യ പാറശാലയിൽ ഇറങ്ങുമ്പോഴും കുഞ്ഞ് ട്രെയിനിനുള്ളിൽ ഉണ്ടായിരുന്നു. പിന്നീട് കന്യാകുമാരിയിലേക്ക് പോകുന്ന ട്രെയിൻ അവിടെ ഇന്നലെ 3:29 എത്തുന്നുണ്ട്. 3:30 കന്യാകുമാരിയിൽ ട്രെയിൻ എത്തുമ്പോൾ അവിടെ ഈ കുഞ്ഞ് വന്നിറങ്ങി എന്നുള്ളതിൻ്റെ ഒരു തരത്തിലുള്ള വിവരങ്ങളും ഒരു ഓട്ടോ ഡ്രൈവർ നൽകിയ മൊഴിയല്ലാതെ മറ്റൊന്നും നമ്മുടെ മുന്നിലില്ല. പുലർച്ചെ 5:30 ഈ കുഞ്ഞിനെ കണ്ടു എന്നാണ് പറയുന്നത്. ഇന്നലെ വൈകിട്ട് 3:30 ട്രെയിൻ ഇറങ്ങിയ കുഞ്ഞിനെ ഇന്ന് രാവിലെ 5:30 കണ്ടു എന്നുള്ള ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴി മാത്രമാണ് കന്യാകുമാരിയിൽ കുട്ടി എത്തിയെന്ന് വ്യക്തമാക്കുന്ന ഒരേ ഒരു കാര്യമായി നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇനി വ്യക്തത വരേണ്ടത് അതിന് മുൻപുള്ള സ്റ്റോപ്പുകളിൽ ഈ കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടോ? കയ്യിൽ 40 രൂപ മാത്രമുള്ള ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ടോ? അതോ എവിടെയെങ്കിലും ആ കുഞ്ഞ് കുഴഞ്ഞു വീണ് കിടക്കുകയാണോ? ഇന്നിപ്പോൾ നേരത്തോട് നേരമായിരിക്കുന്നു. ഇന്നലെ രാവിലെ ആയിരിക്കാം ആ കുഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക. ഇന്നലെ പാറശാല എത്തുന്നത് വരെ സീറ്റിൽ നിന്ന് പോലും ആ കുഞ്ഞ് എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. യാത്ര ചെയ്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പരിചയമില്ലാത്ത 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണത് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു.